വിജയസിന്ദൂരം. ഭാരതത്തിന്റെ യശസ്സുയർത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. ഞാൻ കേണൽ എച്ച് പത്മനാഭൻ, 32 കൊല്ലം ഇന്ത്യൻ ആർമിയിൽ സിഗ്നൽസ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച് 2019 വിരമിച്ച് ഇപ്പോൾ എറണാകുളം മുതയംപേരൂരിൽ താമസിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്ത ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് ഓർത്ത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂരിൽ എന്തു സംഭവിച്ചു എന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെയും TV ചർച്ചകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വിദേശ മാധ്യമങ്ങളിലൂടെയും പല ദൃഷ്ടികോണങ്ങളിലൂടെയുള്ള വിശകലനങ്ങൾ നാം കണ്ടു കേട്ടു. നമ്മുടെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുന്നുണ്ടെന്നും അവരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കുപോലും നമ്മൾ പടച്ചുവിടരുത് എന്നും, പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള വാർത്തകൾ എന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സായുധ സേനയുടെ ശക്തി അതിൻ്റെ പട്ടാളക്കാരുടെ മനോവീര്യമാണ്. മാൻ ബിഹൈൻഡ് മെഷീൻ എന്ന് ആണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ ഇന്നുവരെ ഒരു യുദ്ധവും ഇന്ത്യയോട് ജയിച്ചിട്ടില്ല. പിന്നെ 47, 48, 65, 71 കാർഗിൽ യുദ്ധം എല്ലാം നോക്കുമ്പോൾ നമ്മളായിട്ട് പാകിസ്ഥാനെ കയറി അങ്ങോട്ട് ഒരിക്കലും അടിച്ചിട്ടില്ല. 71 യുദ്ധത്തിലും ഉണ്ടായത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ആളുകൾ റെഫ്യൂജീസായിട്ട് ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടും അത് ഇന്ത്യക്ക് താങ്ങാൻ പറ്റാതിൻ്റെ അപ്പുറത്തേക്ക് ആയതുകൊണ്ടുമാണ് ഇന്ത്യ ഇടപെട്ടത്. അപ്പോൾ ഇന്ന് വരെ അവർ ജയിക്കാത്തത് അവരിങ്ങനെ അതിൻ്റെ വിഷമങ്ങളും, അതുപോലെ സിയാച്ചൻ ഗ്ലേഷ്യർ 84 നമ്മൾ പിടിച്ചെടുത്തു. 90-91 അവർ ഈ തീവ്രവാദം ഉപയോഗിച്ചുള്ള പരിപാടികൾ തുടങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. ആ തുടങ്ങുന്ന സമയത്ത് പൂഞ്ച്, രജോരി ഏരിയകളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിന് പുറകെ അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകാത്തതുകൊണ്ടാണ് അത് കാർഗിൽ യുദ്ധം വരെ വന്ന് പെട്ടത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലത്തേക്ക് സീസ് ഫയർ അതായിട്ട് നിന്നതും ഇത് അവർക്ക് വീണ്ടും കാശ്മീർ വിഷയം അന്താരാഷ്ട്രീയമായിട്ട് കൊണ്ടുവരാനുള്ളൊരു തന്ത്രം ആയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും നമ്മുടെ സൈന്യത്തെ ഓർത്ത് അഭിമാനിക്കാം, കൊടുക്കാം അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് രാഷ്ട്രീയമില്ല, മതമില്ല, അങ്ങനെ യാതൊരു ദുരുദ്ദേശവുമില്ല. ഒരു പട്ടാളക്കാരൻ പൊരുതുന്നത് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനോടുള്ള ദേഷ്യമോ വെറുപ്പോ കൊണ്ടല്ല, മറിച്ച് അവൻ്റെ പിന്നിൽ നിൽക്കുന്ന അവൻ്റെ മാതാപിതാക്കളെ ഓർത്ത്, സഹോദരന്മാരെ കുറിച്ച് ഓർത്ത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ഇന്ത്യൻ ആം ഫോഴ്സ് നിങ്ങളുടെ കൂടെ ഇന്നും എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. വിജയസിന്ദൂരം. ഭാരതത്തിന്റെ യശസ്സുയർത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.